Hi dear students, +1 മാത്തമാറ്റിക്സ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. പാർട്ട് 1-ൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കുറച്ചുകൂടി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11 മുതലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. ഫൈൻഡ് ദി സം ഓഫ് n ടേംസ് ഓഫ് ദി സീരീസ് 1 × 2 + 2 × 3 + 3 × 4 + എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇങ്ങനത്തെ സ്പെഷ്യൽ സീരീസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിൻ്റെ nth ടേം എഴുതുക എന്നുള്ളതാണ്. nth ടേമിന് സാധാരണ an എന്നുള്ള സിമ്പലാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഫസ്റ്റ് ടേം 1 × 2 അല്ലേ, സെക്കൻഡ് ടേം 2 × 3. അങ്ങനെ വരുമ്പോൾ നോക്കൂ എന്തായിരിക്കും nth ടേം? യെസ്, n × n+1 ആയിരിക്കും അല്ലേ. an n × n+1. ഇവിടെ 1 എന്ന് കൊടുത്താൽ 1 × 2, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 × 3. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം വേണമെങ്കിൽ. nth ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടത് Sn ആണ്, സം ഓഫ് n ടേംസ്. Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ an എന്നാണ്. ഓരോ പദത്തിൻ്റെയും സം അല്ലേ, a1 + a2 + a3 + എക്സെട്ര. ഇതാണ് a1 a2 a3. അതിനാണ് നമ്മൾ സിഗ്മ an എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മളിനി an-ൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു, n² + n കൊടുക്കുന്നു അല്ലേ, സിഗ്മ n² + n. ഇതാ an-ൻ്റെ വാല്യൂ ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ്, n² + n. ഇനി സിഗ്മ വെച്ചിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, സിഗ്മ രണ്ടിലേക്കും സപ്ലൈ ചെയ്യുകയാണ്, സിഗ്മ n² + സിഗ്മ n. ഒരു ബ്രാക്കറ്റിൽ സിഗ്മ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ടേമിലേക്കും സിഗ്മയെ സപ്ലൈ ചെയ്യണം. ഇനി ഇത് രണ്ടും സ്പെഷ്യൽ സ്റ്റാൻഡേർഡ് സീരീസ് ആണ് അല്ലേ. സിഗ്മ n² എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം അത് n × n+1 × 2n+1/6 ആണ്. സിഗ്മ n എന്താണ്? n × n+1/2. ഈ രണ്ട് റിസൾട്ടുകൾ നിങ്ങൾ പഠിക്കണം. ഒരു റിസൾട്ടും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കാനുണ്ട്, സിഗ്മ n³. ഇനി നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ആൻസറായി. ഇതിൽ കോമൺ ഫാക്ടറായിട്ട് n × n+1/2 ഇവിടെ പ്രസൻ്റ് ആണ്, ഇവിടെയും ഉണ്ട് n × n+1/2. അപ്പോൾ നിങ്ങൾ n × n+1/2 കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഫസ്റ്റ് ടേമിൽ ആരാ ഉണ്ടാവുക? 2n+1/3 എന്നാണ് ഉണ്ടാവുക. കാരണം ഇവിടെ 6 അല്ലേ, 6-ൽ നിന്ന് 2 പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി 3. ഇവിടെ ഒന്നും ബാക്കിയില്ല, 1 മാത്രം. ഓക്കെ, ഇനി നമ്മൾ ബ്രാക്കറ്റിനകത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2n+4/3 എന്നാവുന്നു അല്ലേ. 1 + 3 ഉണ്ടാവും. ഇവിടെ 3 × 1 3 + 1. വീണ്ടും ഇവിടെ 2 കോമൺ ഫാക്ടർ എടുക്കുന്നു ബ്രാക്കറ്റിനകത്ത്, 2 × n+2/3. ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. These 2 and these 2 get cancelled. So final answer is what? n × n+1 × n+2/3 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതിൻ്റെ സ്ട്രക്ചർ ഓർത്ത് വെക്കുക. ഒരു സീരീസ് കിട്ടിയാൽ an എഴുതുന്നു, an എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഹാഫ് സ്കോർ കിട്ടും. സിഗ്മ ഇത് എഴുതുന്നു, ഹാഫ് സ്കോറായി. പിന്നീട് ഇത് എഴുതുന്നു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ 90% മാർക്കും വാങ്ങാൻ കഴിയും. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്കിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആൻസറാണ് നിങ്ങൾ ഇവിടെ കാണുന്ന ഫൈനൽ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. Find the sum of all natural numbers between 200 and 1000 which are multiples of 10. Calculate the sum of n terms of the series whose nth term is n = n × n+3. ഇതും സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സ് തരും. ഇതിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ബിറ്റ്വീൻ എന്നുള്ള വാക്ക് കണ്ടാൽ മനസ്സിലാക്കുക, ഈ നമ്പറും ഇൻക്ലൂഡിങ് അല്ല. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇവയ്ക്കിടയിൽ നിന്നാണ്. നമ്മൾ ഓപ്പൺ ഇൻ്റർവെലൊക്കെ പറയുന്നത് പോലെയാണ്. ഈ നമ്പർ കൂട്ടാൻ പാടില്ല, 1000-ഉം ഇതിൽ ഇൻക്ലൂഡിങ് അല്ല. അത് രണ്ടും ഒഴിവാക്കിയിട്ട് വേണം, അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം ഒരിക്കലും നിങ്ങൾ 200 സെലക്ട് ചെയ്യരുത്. ഓക്കെ, ലാസ്റ്റ് ടേം ഒരിക്കലും 1000 സെലക്ട് ചെയ്യരുത്. അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? മൾട്ടിപ്പിൾസ് ഓഫ് 10 അല്ലേ. ആദ്യത്തെ നമ്പർ പറയൂ. a = 210, b ലാസ്റ്റ് ടേം = 990 ആയിരിക്കും. ശരിയല്ലേ? ഞാൻ ഫസ്റ്റ് ടേം എന്നും ലാസ്റ്റ് ടേം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് ടേംസ് കാണാൻ നമ്മൾ പഠിച്ചല്ലോ. നമ്പർ ഓഫ് ടേംസിൻ്റെ ഫോർമുല ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് /d +1 എന്നാണ്. ഈ +1 ശ്രദ്ധിക്കണേ. അപ്പോൾ എന്തായിരിക്കും? ലാസ്റ്റ് മൈനസ് 990 - 210 10 + 1. ഇവിടെ കോമൺ ഡിഫറൻസ് 10 എവിടെ നിന്ന് കിട്ടി? ഇതാ മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് 10 ആയിരിക്കും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 78 + 1 = 79 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 79 നമ്പേഴ്സിൻ്റെ സമ്മാണ് കാണേണ്ടത്. ഇവിടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അതുകൊണ്ട് Sn സം ഓഫ് ടേംസ് കാണാനുള്ള ഫോർമുല നമ്മൾ സെക്കൻഡ് ഫോർമുല ഉപയോഗിക്കുകയാണ്. Sn = n/2 × ഫസ്റ്റ് + ലാസ്റ്റ്.
Okay, first plus last. N is 79. 79 divided by 2 into 210 plus 990. Therefore, the answer is 79 by 2 into 1200. That is, ഇത് 2 കൊണ്ട് ക്യാൻസൽ ചെയ്തതാണ് 47400. ഈ ആൻസർ ഒക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഐഡിയകൾ മാത്രമേ പറയുന്നുള്ളൂ. ആൻസർ ശരിയാണോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുകളിൽ ചെയ്തു. an തന്നാൽ sn ആണ് ചോദ്യം. കണ്ട, കാൽക്കുലേറ്റ് ദി സം അല്ലേ, സം ഓഫ് n ടേംസ് ആണ് sn. an തന്നു കഴിഞ്ഞാൽ sn കാണാൻ നമ്മൾ തൊട്ട് മുകളിൽ ചോദ്യം ചെയ്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. an തന്നിട്ടുണ്ട്, ദി n സ്ക്വയർ പ്ലസ് 3n ആണ്. sn is equal to സിഗ്മ an, ദാറ്റ് ഈസ് സിഗ്മ n സ്ക്വയർ പ്ലസ് 3n. ശരിയല്ലേ, n സ്ക്വയർ പ്ലസ് 3n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. സിഗ്മ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുക. സിഗ്മ സപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സിഗ്മ n സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു സിഗ്മ n കോൺസ്റ്റന്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് എന്നാണ്. 3 സിഗ്മ n. ഈ n സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം, n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 ബൈ 6. ആൻഡ് സിഗ്മ എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2. അത് രണ്ടും എഴുതിയിട്ട് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ സിംപ്ലിഫൈ ചെയ്യുന്നു. തൊട്ട് മുകളിൽ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടോ, അതേ ചോദ്യം തന്നെ, സെയിം. ഒരു 3യുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the first three terms of an AP are x minus 1, x plus 1, 2x plus 3, then x is. ഈ 3 ടേംസും ഒരു എ പിയിലെ പദങ്ങളാണെങ്കിൽ എന്തായിരിക്കും x എന്നാണ്. നമുക്കറിയാം 3 പദങ്ങൾ എ ബി സി എ പിയിൽ ഉണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് b is equal to a plus c ആയിരിക്കും. 2b is equal to a plus c ആയിരിക്കും. a plus c by 2 ആയിരിക്കും b അല്ല. b is the average of a and c എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2b സിക്വൽ ടു എ പ്ലസ് സി എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ചെയ്താൽ ഡബിൾ ഓഫ് ദി മിഡിൽ ആയിരിക്കും. അതാണ് എ പിയുടെ പ്രത്യേകത. ഇവിടെ നോക്കൂ, ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് കണ്ടോ, അതാ ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഓഫ് ദി മിഡിൽ ആയിരിക്കും. ഡബിൾ ഓഫ് ദി മിഡിൽ കണ്ട, ഡബിൾ ഓഫ് ദി മിഡിൽ എന്ന് എഴുതി. ഞാൻ ജസ്റ്റ് ഇത് ആഡ് ചെയ്യുന്നു. 2x പ്ലസ് എക്സ് 3x പ്ലസ് 2 എന്ന് കിട്ടും. ഇവിടെ 2x പ്ലസ് 2 എന്ന് കിട്ടും അല്ലേ. 2 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. 2 ക്യാൻസൽ ചെയ്താൽ ആൻസർ 2x is equal to 3x എന്ന് കിട്ടും. 2x is equal to 3x എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് രണ്ടും ക്യാൻസൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ എക്സ് ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത്. എക്സ് രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്യണമെങ്കിൽ എക്സ് 0 അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ക്യാൻസലേഷൻ പാടുള്ളൂ. അതുകൊണ്ട് അത് ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത്, ഒരു സൈഡിലേക്ക് എടുക്കുന്നു. ഓക്കെ, 3x മൈനസ് 2x is equal to 0. കറക്റ്റ് അല്ലേ? 3x മൈനസ് 2x is equal to 0 മീൻസ് x is equal to 0 എന്ന് നമുക്ക് റൈറ്റ് ആൻസർ കിട്ടുന്നു. ഇതാണ് ആൻസർ. x is equal to 0 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഒരിക്കലും എക്സ് ക്യാൻസൽ ചെയ്യരുത് കേട്ടോ. രണ്ട് സൈഡിലും എക്സ് 0 ആണെങ്കിൽ ഒരിക്കലും ക്യാൻസലേഷൻ പാടില്ല. 0 അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ എ പി ഇഫ് ദി mth ടേം ഈസ് n ആൻഡ് nth ടേം ഈസ് m then ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. mth ടേം ഈസ് n ആൻഡ് nth ടേം ഈസ് m then find m plus nth ടേം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ലെങ്തി പ്രോബ്ലം അല്ല. ഇത് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റൻസ് നോക്കൂ നിങ്ങൾ. mth ടേം ഈസ് n ആൻഡ് nth ടേം ഈസ് m. ഒരു എ പിക്ക് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായാലും -1 വന്നേ മതിയാവും. ഓക്കെ, കോമൺ ഡിഫറൻസ് ഓൾവേസ് -1. ഈ ഒരു ഡയലോഗ് കണ്ടാൽ മനസ്സിലാക്കുക കോമൺ ഡിഫറൻസ് -1 ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് 1 മാർക്കിന് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, മാത്രമല്ല pth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p നോട്ട് ഈക്വൽ ടു m ആൻഡ് n ആണ്. pth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും m പ്ലസ് n മൈനസ് p ആയിരിക്കും. m പ്ലസ് n മൈനസ് p ആയിരിക്കും. pth ടേം കാണാൻ പറഞ്ഞാൽ m പ്ലസ് n മൈനസ് p ആയിരിക്കും. മാത്രമല്ല ഇതിനൊരു പ്രൂഫ് ഉണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും mth ടേം ഈസ് n, nth ടേം ഈസ് m, ഫൈൻഡ് pth ടേം എന്ന് ഷോ ദാറ്റ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫൈൻഡ് pth ടേം എന്ന് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കറക്റ്റ് ആൻസർ ഉണ്ടായിരിക്കും. അത് അതേപോലെ നോക്കി പഠിക്കുക. അതിൻ്റെ പ്രൊസീജിയർ ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഞാൻ, ആവശ്യക്കാർക്ക് നോക്കാം. mth ടേം ഈസ് n ൻ്റെ ഇക്വേഷനാണ് ഇത്. nth ടേം ഈസ് m ൻ്റെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ d ഈക്വൽ ടു -1 എത്തിച്ചേരും. കണ്ടോ, d ഈക്വൽ ടു -1 എത്തിക്കും. എന്നാൽ ഡിയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുക്കുന്നു. ഡിയുടെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് pth ടേം ഈസ് m പ്ലസ് n മൈനസ് p എന്ന് കിട്ടും. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ആൻസർ. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും 10th ടേം ഈസ് 20, 20th ടേം ഈസ് 10, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അതിനു മുമ്പ് അങ്ങനെ വരുമ്പോൾ m പ്ലസ് nth ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. കണ്ട, pth ടേം അല്ലേ ഇവിടെ p വന്നില്ലേ. അപ്പോൾ m പ്ലസ് nth ടേം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ m പ്ലസ് n എന്ന് കൊടുക്കും. ഇവിടെ m പ്ലസ് n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ m പ്ലസ് n മൈനസ് m പ്ലസ് n ആൻസർ 0 എന്നില്ലേ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഈ പ്രൂഫല്ല ഓർത്ത് വെക്കേണ്ടത്. m പ്ലസ് nth ടേം 0 ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. mth ടേം ഈസ് n, nth ടേം ഈസ് m ആണെങ്കിൽ m പ്ലസ് nth ടേം ഈസ് 0 എന്ന് ഓർത്ത് വെക്കുക. ഇതിന് സമാനമായ റിസൾട്ട് നമ്മൾ സമ്മിൽ പഠിച്ചിട്ടുണ്ട്. sm ഇസിക്കൽ ടു sn ആണെങ്കിൽ sm പ്ലസ് n ഇസിക്കൽ ടു 0, ഓർമ്മയില്ലേ? ഇവിടെ നമുക്ക് ഈ ചോദ്യം നോക്കൂ. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെന്ന് വിചാരിച്ചോളൂ.
ഇൻ ആൻ AP 10th term is 20, 20th term is 30. അപ്പം 30th term എന്തായിരിക്കും? 0 ആയിരിക്കും. കണ്ട, ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 10th term is 20, 20th term is 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30th term എന്തായിരിക്കും? ഈ 30യുടെ പ്രത്യേകത ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതാണ്. കണ്ട, 10th 10ഉം 20ഉം കൂടെ ആഡ് ചെയ്തതാണ്. അതാണ് m plus nth term is 0 എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മാർക്കിന് ചോദിച്ചാൽ മാത്രം ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ ഫൈൻഡ് pth ടേം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഡയറക്റ്റ് എഴുതി വെക്കരുത്. ഇതാണ് അതിൻ്റെ പ്രൂഫ്. ഈ പ്രൂഫ് മൊത്തത്തിൽ നമ്മൾ പഠിക്കണം. അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിന് വേണ്ടി ഇത്രയും മെനക്കെടരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് n terms of 2 arithmetic progressions are in the ratio 3n plus 8 is to 7n plus 15. Find the ratio of their 12th terms. ഇതും നിങ്ങൾ സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ്. സം ഓഫ് n terms of 2 progressions എന്ന് പറഞ്ഞാൽ SM ആണ് അല്ലേ? SN ഓഫ് ഫസ്റ്റ് ബൈ രണ്ടെണ്ണം ഇവിടെ, രണ്ട് പ്രോഗ്രഷൻസ് ഉള്ളതുകൊണ്ട് SN ഓഫ് ഫസ്റ്റ് ബൈ SN ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഇത്. സം ഓഫ് n terms of ഫസ്റ്റ് AP ഡിവൈഡ് ബൈ സം ഓഫ് n terms of സെക്കൻഡ് AP ഈസ് തന്നിട്ടുണ്ട് അല്ലേ? 3n. ഈ റേഷ്യോ അതേപോലെ അങ്ങ് എഴുതി വെച്ച്. സം കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? SN n/2 × 2a + n-. പക്ഷെ ഇവിടെ രണ്ട് AP ഉള്ളത് കൊണ്ട് ഞാൻ ഫസ്റ്റ് ടേം, രണ്ടിൻ്റെയും ഫസ്റ്റ് ടേം സമമല്ലല്ലോ. ഒന്നാമത്തെ APയുടെ ഫസ്റ്റ് ടേമിന് A1 എന്നും കോമൺ ഡിഫറൻസിന് D1 എന്ന് കൊടുക്കും. A1 D1. സെക്കൻഡ് AP ആകുമ്പോൾ A2 D2 എന്നാണ് കൊടുക്കുക. അപ്പോൾ സം കാണാനുള്ള ഫോർമുല n/2 × 2a + n-1 d എന്ന് എഴുതി. ഫസ്റ്റ് AP ആയതുകൊണ്ട് A1 എന്നും D1 എന്നും സഫിക്സ് കൊടുത്തു, സബ്സ്ക്രിപ്റ്റ് കൊടുത്തു. ഓക്കെ, രണ്ടാമത്തെ AP നോക്കൂ നിങ്ങൾ. n/2 × 2 × 2a + n-1 d തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ടേമിന് ഞാൻ A2 + D2. ഈ 2 സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ AP എന്നുള്ളതാണ്. ഓക്കെ, 2 കാണിക്കുന്നത് സെക്കൻഡ് AP, ഇവിടെ 1 കാണിക്കുന്നത് ഫസ്റ്റ് AP. സെയിം ഫോർമുല. രണ്ടും n ടേംസ് ആയതുകൊണ്ട് n-ന് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഈക്വൽ ടു 3n + 8/7+. ഈ n/2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 2a + n-1 d1 / 2a2 + n-1 d2 = 3n + 8 ഡിവൈഡഡ് ബൈ 7n + 15. കറക്റ്റ് അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ദെയർ 12th ടേംസ് എന്നാണ്. റേഷ്യോ ഓഫ് ദെയർ 12th ടേംസ്. എന്താ 12th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, a + 12th ടേം ഓഫ് ഫസ്റ്റ് AP ഡിവൈഡ് ബൈ 12th ടേം ഓഫ് സെക്കൻഡ് AP എന്ന് പറഞ്ഞാൽ A1 + 11 D1 ഡിവൈഡ് ബൈ, ഇങ്ങനെയല്ലേ വരിക? A1 + 11 D1 ഡിവൈഡ് ബൈ A2 + 11 D2 അല്ലേ? 12th ടേം എന്ന് പറഞ്ഞാൽ A + 11 D എന്നല്ലേ പഠിച്ചത്? ഫസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ആയതുകൊണ്ട് ഇവിടെ സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതാണ് കാണേണ്ടത് എന്നുള്ള ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ 11 D2 കണ്ടോ? ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആൻസറും ഈ ഒരു എക്സ്പ്രഷനും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുകയാണ് നമ്മൾ. ഇവിടെ നോക്കൂ, A1 ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ഡാഷ് D1, ഇവിടെ A1 + 11 D1 എന്ന് വന്ന്. ന്യൂമറേറ്റർ നോക്കൂ, 2 എന്നിവിടെ ഉണ്ട് അല്ലേ? ഇവിടെ 11 D1 എന്ന് വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 11 D1 എന്ന് വരണമെങ്കിൽ ഇവിടെ നമ്മൾ n-ന് എന്ത് കൊടുത്താൽ മതി? ഇവിടെ 2a2 + 22 എന്ന് വന്നാലോ? ഇവിടെ ഇതിൻ്റെ ഡബിൾ നോക്കൂ നിങ്ങൾ. ഇതിന് ഡബിൾ 2a1 + 22 D1 എന്നല്ലേ? ഇത് 2a1 + 22 D1 എന്ന് വരണമെങ്കിൽ ഞാൻ n-ന് 23 കൊടുത്താൽ പോരെ? ഇവിടെ നോക്കൂ, ഞാൻ n-ന് 23 എന്ന് കൊടുക്കുന്നു. ഇനി ശ്രദ്ധിക്കണം, n-ന് 23 എന്ന് കൊടുക്കാനുള്ള സാഹചര്യമാണ് ഞാൻ വിശദീകരിച്ചത്. ഇവിടെ A1 + 11 എന്നാണുള്ളത്. ഇവിടെ 2 എന്നതുകൊണ്ട് ഇതിൻ്റെ ഡബിളായിട്ട് മാറ്റാൻ പോകണം ഇതിന്. അപ്പോൾ ഇവിടെ 11 എന്ന് വന്നാൽ ഇവിടെ 22 എന്ന് വരണം. ശരിക്കും ഇവിടെ 22 എന്ന് വരണമെങ്കിൽ n-ന് 23 എന്ന് കൊടുത്തു നോക്കണം. അതെ, n-ന് 23 കൊടുത്തിട്ട് ഞാൻ ഈ എക്സ്പ്രഷൻ എഴുതാണ്. നോക്കൂ, 2a1 + 22 D1 ഡിവൈഡ് ബൈ 2a2 ഡിവൈഡ് ബൈ + 22 D2. ശരിയല്ലേ? n-ന് 23 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ n-ന് 23 കൊടുത്തു. 3 × 23 + 8 ഡിവൈഡ് ബൈ 7 × 23 + 15. ഇനി ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ ജസ്റ്റ് 2 കോമൺ ഫാക്ട് എടുക്കുന്നു. ഇതിന് 2 കോമൺ ഫാക്ട് എടുത്താൽ A1 + 11 D1 ഡിവൈഡ് ബൈ 2 × A2 + 11 D2. അതിൻ്റെ ആൻസർ എന്താണ്? ഇതാ 7/16. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 7/16 എന്ന് കിട്ടും. ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ 7/16. 2 ക്യാൻസൽ ചെയ്തു. 2 ക്യാൻസൽ ചെയ്താൽ എന്തായിരിക്കും ആൻസർ? A1 + 11 D1 ബൈ A2 + 11 D2 കിട്ടി. അതാണ് 7/16. അതല്ലേ നമുക്ക് കാണേണ്ടത്? നോക്കൂ, കണ്ടോ? A1 + 11 D1 ബൈ A2 + 11 D2 = 7/16. അപ്പോൾ നമ്മൾ ഈ 3 സ്റ്റെപ്പ് എഴുതിയതിൻ്റെ ശേഷം n-ന് ഒരു വാല്യൂ കൊടുക്കണം. ആ n തീരുമാനിക്കുന്നത് നമ്മൾ ഏത് ടേമാണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഡബിളാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ വരേണ്ടത് n-1ൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ഡബിൾ വരണം അല്ലേ? 11 എന്നിവിടെ കണ്ടാൽ ഇവിടെ 12 എന്ന് വരണം. സോറി, ഇവിടെ 11 എന്ന് കണ്ടാൽ ഇവിടെ 11 എന്ന് വരണം. 11 എന്നിവിടെ വരണമെങ്കിൽ അതിന് ഡബിൾ വരണം, 22 എന്ന് വരണം അല്ലേ? 22 വരണം. ഇവിടെ 2 എന്നതുകൊണ്ടാണ് 22 എന്ന് വരണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? n-ന് 23 എന്ന് കൊടുക്കണം. ഓക്കെ,
റേഷ്യോ ഓഫ് 21th ടേം ചോദിച്ചാലോ, 21th ടേം ആണെങ്കിൽ 21 എന്ന് വരണമെങ്കിൽ ഇവിടെ 42 എന്ന് വരണം അല്ലേ, 42 വരണമെങ്കിൽ ഇവിടെ 43 എന്ന് കൊടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 16. If AM and GM of two positive numbers A and B are 10 and 8 respectively, find the numbers. Arithmetic mean തന്നിട്ടുണ്ട് 10, geometric mean 8 എന്ന് തന്നിട്ടുണ്ട്. AM is equal to 10, GM is equal to 8. എന്താണ് AM കാണാനുള്ള ഫോർമുല? യെസ്, A plus B by 2 ആണ് അല്ലേ. A plus B by 2 is equal to 10. ഇത് സിംപ്ലിഫൈ ചെയ്താൽ A plus B is equal to 20 എന്ന് കിട്ടും. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. Geometric mean of A and B കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് AB ആണ്. ഓർക്കണം, റൂട്ട് ഓഫ് AB എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ AB എന്തായിരിക്കും? 64 ആയിരിക്കും. രണ്ട് ഭാഗത്ത് നമ്മൾ സ്ക്വയർ ചെയ്തു. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യണം. പക്ഷെ നിങ്ങൾ സോൾവ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 64, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 64. ഏതായിരിക്കും നമ്പേഴ്സ് എന്ന് വെറുതെ ട്രയൽ നോക്കൂ. യെസ്, വളരെ ഫേമസ് നമ്പേഴ്സ് ആണ്. 16ഉം 4ഉം അല്ലേ, 16ഉം 4ഉം ഒന്ന് പുറത്ത് വെച്ചോളൂ. 16ഉം 4ഉം കൂട്ടിയാൽ 20 ആണ്. 16ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 64 ആണ്. സോ ദ നമ്പേഴ്സ് ആർ 16 and 4. ഒരാൾ തിരിച്ചു പറഞ്ഞാലും കറക്റ്റാണ്, 4 or 16 എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഫൈൻഡ് ദി നമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 16, 4 എന്ന് മാത്രം എഴുതിയാലും പരീക്ഷയ്ക്ക് ഇതിൻ്റെ സ്കോർ ലഭിക്കും. ഓക്കെ, 4, 16 എന്ന് എഴുതിയാലും ഇതിൻ്റെ സ്കോർ ലഭിക്കും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനൊന്നും പോകരുത്. B is equal to 20 minus A എന്ന് എഴുതി ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നടത്തി സിംപ്ലിഫൈ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. ഇവിടെ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20, മൾട്ടിപ്ലൈ ചെയ്താൽ 64. ഇതൊക്കെ സ്റ്റാൻഡേർഡ് നമ്പേഴ്സ് ചോദിക്കുള്ളൂ സാധാരണഗതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 3x1, x2, 192 ആർ ഇൻ ജോമെട്രിക് പ്രോഗ്രഷൻ, ഫൈൻഡ് x1 and x2. ഇവിടെ ജോമെട്രിക് മീനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ജോമെട്രിക് മീൻ എന്നുള്ള പദം യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് GP ആണല്ലോ. അപ്പോൾ ഈ x1ഉം x2ഉം പറയുന്ന പേരാണ് ജോമെട്രിക് മീൻസ്. ഇവിടെ ഞാൻ ഫോർമുലകളൊന്നും യൂസ് ചെയ്യാതെ ഇത് ചെയ്യാണ്, ഡയറക്റ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ A is equal to 3. ഇവിടെ ഫോർത്ത് ടേം ആണ് 192, ശരിയല്ലേ? ഫോർത്ത് ടേം ഈസ് 192 എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. 1, 2, 3, 4. ഫോർത്ത് ടേം ഈസ് 192. എന്താ ഫോർത്ത് ടേം കാണാനുള്ള ഫോർമുല? AR ക്യൂബ് ഇല്ലേ. AR ക്യൂബ് ഇസ് ഇക്വൽ ടു 192. എയുടെ വാല്യൂ 3 എന്ന് കൊടുക്കുന്നു. 3R ക്യൂബ് ഇസ് ഇക്വൽ ടു 192. R ക്യൂബ് ഇസ് ഇക്വൽ ടു 64. 192 ഡിവൈഡ് ബൈ 3 ആണ് 64. R ഇസ് ഇക്വൽ ടു 4 എന്ന് ലഭിക്കുന്നു. ശരിക്കും ഇതിനൊരു ഫോർമുല ഉണ്ട്, R കാണാൻ. B/A⁻n+1 എന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് മറന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് റിസൾട്ട് ഉപയോഗിച്ച് ചെയ്യാണ്. ഫോർത്ത് ടേം ഈസ് 192 എന്നുള്ള ഈ റിസൾട്ട് ഇത് മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഫോർത്ത് ടേം കാണാനുള്ള ഫോർമുല അറിയാലോ, AR ക്യൂബ് എന്ന് ഉപയോഗിച്ച് ചെയ്താൽ ആൻസർ കിട്ടും. R ഇസ് ഇക്വൽ ടു 4 കിട്ടിയല്ലോ. R ഇസ് ഇക്വൽ ടു 4 ലഭിച്ചു. ഇനി എങ്ങനെ കിട്ടും? ജോമെട്രി പ്രോഗ്രഷൻ അല്ലേ. ഫസ്റ്റ് ടേം 3 ആണ്, അപ്പം സെക്കൻഡ് ടേം എങ്ങനെ കിട്ടും? ഇതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. therefore x1 is what? x1 is 3 into 4. 3 into 4 is equal to 12. x2 is equal to ഇവിടെ 12 കിട്ടിയിട്ടുണ്ട്. ഇനി 12നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 12 into 4 is equal to 48. therefore the numbers are 12 and 48. 12ഉം 48ഉം ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ക്ലിയർ? 12 and 48. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എഴുതി നോക്കണം. എല്ലാ മോഡലും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, റെഫർ ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. നമ്മൾ ചെയ്തിരിക്കുന്ന ഈ 17 ചോദ്യങ്ങളും യഥാർത്ഥത്തിൽ പ്രീവിയസ് പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, നന്നായി പരിശ്രമിക്കുക. എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തെറ്റുകൂടാതെ പബ്ലിക് പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എഴുതി പഠിക്കണം, എന്നാൽ മാത്രമേ ഫിനിഷിംഗ് പോയിന്റിൽ കൃത്യമായിട്ട് എത്തിച്ചേരൂ. സ്റ്റെപ്പ് പിഴച്ചു കഴിഞ്ഞാൽ മാർക്ക് കുറവ് വരും. അതുകൊണ്ട് നന്നായി എഴുതി പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.